നമസ്കാരം. 2024 രണ്ടാം മാസമായ ഫെബ്രുവരിയുടെ ആദ്യ വാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ 2024 നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കുറച്ച് പൈസ സേവ് ചെയ്തിട്ട് ഭാവിയിൽ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ 10,000 രൂപ പ്രതിമാസം നിക്ഷേപിച്ച് 3,16,00,000 രൂപ എങ്ങനെ നമുക്ക് സമ്പത്ത് നേടാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം മ്യൂച്വൽ ഫണ്ട് SIP ആണ്. ആ ബെസ്റ്റായിട്ടുള്ള 4 മ്യൂച്വൽ ഫണ്ട് XIP കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. എങ്ങനെയാണ് ഈ 10,000 രൂപ 3,16,00,000 രൂപയായിട്ട് മാറുന്നത് എന്നും വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടോട്ടൽ 4 ഫണ്ടുകളാണ് ഉള്ളത്. മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറഞ്ഞത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ 10,000 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ പൈസ ഇല്ലാത്ത ആൾക്കാർ വിഷമിക്കണം കേട്ടോ. മിനിമം 100 രൂപ വീതം ചെയ്തു തുടങ്ങാം. അപ്പോൾ 10,000 രൂപയ്ക്ക് പകരം 1000 രൂപ ചെയ്യാം, 100 രൂപ ചെയ്യാം, 500 ചെയ്യാം, 3000 ചെയ്യാം, 2,500 ചെയ്യാം, 5,000 ചെയ്യാം. ഒരാൾ മൊത്തത്തിൽ ടൈറ്റായിട്ട് കിടക്കുന്ന ഒരാളാണ്, എങ്ങനെയായാലും സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു 2,000-3,000 രൂപ മാറ്റി വെച്ച് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അയാളുടെ ജീവിതത്തിൽ ഏകദേശം ഒരു നല്ലൊരു ഭാഗമാണ് ആ ഒരു പൈസ എന്ന് പറയുന്നത്. അപ്പോൾ ആ പൈസ മാറ്റുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം ഒരു 100 രൂപ, 200 രൂപ, 500 രൂപയോ ഒന്ന് കളഞ്ഞു പോയാൽ വേറെ ഒരു ഫീലിങ്സും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ചെറിയ ഫീലിങ്സ് അപ്പോൾ ഉണ്ടാവും. 500 രൂപ അത് എത്ര പൈസ കളഞ്ഞു പോയാലും ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ 500 രൂപ പെട്ടെന്ന് കളഞ്ഞു പോയി, അതിനെ ഓർത്തിട്ട് പിറ്റേ ദിവസവും ഒരുപാട് ദിവസം ടെൻഷൻ അടിക്കാതെ നിൽക്കുന്ന ഒരു ഫിഗർ ഉണ്ടാവുമല്ലോ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു ഫിഗർ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അത് 100 ആണെങ്കിൽ 100, 500 ആണെങ്കിൽ 500, 1000 ആണെങ്കിൽ 1000 അത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. പിന്നീട് അതിൽ മെല്ലെ ടോപ്പ് അപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ശീലം വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ആ 4 മ്യൂച്വൽ ഫണ്ടുകളെ വിശദമായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഈ 4 മ്യൂച്വൽ ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാൽക്കുലേറ്ററും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് 3.16 കോടി രൂപയായിട്ട് മാറുന്നത് എന്നതിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫണ്ട് എന്ന് പറയുന്നത് കോണ്ട് ലാർജ് ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ഈ ഒരു ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം 20.68% ആണ് ഓൾ ടൈമിൽ, ഓൾ ഇയറിൽ ഇത് റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ വർഷവും 20.68% റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ടാണ്. NAV എന്ന് പറയുന്നത് 116 രൂപയാണ്. ഇപ്പോഴത്തെ 1000 രൂപ വീതം അങ്ങോട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 2,500 രൂപ ഇതിലേക്ക് മാറ്റി വെക്കുക. 20% റിട്ടേൺ നൽകുന്നുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ടാണ്. 1,689 കോടിയുടെ ഫണ്ട് സൈസ് ടോട്ടൽ ഉണ്ട്. ഇവരുടെ ഫണ്ടിന്റെ പരമാവധി ഇവർ സെക്ടേഴ്സ് അലോക്കേഷനിൽ കൊടുത്ത് കാണാൻ പറ്റും. മെറ്റൽസ് ആൻഡ് മൈനിങ്ങിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ എനർജിയിലും ഹെൽത്ത് കെയറിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബാക്കി മറ്റുള്ള എല്ലാ സെക്ടേഴ്സിലും കുറച്ചൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ 95.2% ഇവർ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫണ്ട് നമ്പർ 2 എന്ന് പറയുന്നത് ക്വാണ്ടിൻ്റെ തന്നെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ഇത് 21% റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റാങ്കിങ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. 103 രൂപ ആണ് ഇപ്പോഴത്തെ NAV. 1000 രൂപയാണ് മിനിമം SIP. അപ്പോൾ ഇതിലും 2,500 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. 3,539 കോടിയുടെ ഫണ്ട് സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരും ഇതേപോലെ അലോക്കേറ്റ് ചെയ്യുന്നത് 95.1% ഇക്വിറ്റിയിലേക്കും ബാക്കി ഡെപ്റ്റിലാണ് 4.9. ഫൈനാൻഷ്യൽ സെക്ടേഴ്സിലാണ് കൂടുതൽ അലോക്കേഷൻ കൊടുത്തിട്ടുള്ളത്. എനർജിയിലും അതേഴ്സിലും കൊടുത്തിട്ടുണ്ട്. മൈനിങ്ങിൽ കുറച്ച് കുറവാണ്. നേരത്തെ മൈനിങ്ങിൽ കൂടുതലാണ്. ഹെൽത്ത് കെയറിലും ഇത് ഉണ്ട്. ഇനി നമ്മൾ ഫണ്ട് നമ്പർ 3ലേക്ക് പോവാണ്. ഇതിൻ്റെ പേര് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്. ഇത് 19.21% ഓൾ ഇയറിൽ കൊടുത്തിട്ടുള്ള 4 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ടിന് 23,494 കോടിയുടെ സൈസ് ഉണ്ട്. 3,568 രൂപയാണ് ഇതിൻ്റെ NAV എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര NAV ഉള്ള ഒരു വാല്യൂ ഉള്ള ഒരു ഫണ്ട് കാണുന്നത്. സോ മിനിമം SIP 100 രൂപ മേളിൽ എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിലും കൊടുക്കുക 2,500 രൂപ. സോ ഇതിൻ്റെ അലോക്കേഷൻ എങ്ങനെ പോകുന്നു നോക്കാം. ഇത് ഫൈനാൻഷ്യലും അതേഴ്സിലും സർവീസിലും ഹെൽത്ത് കെയറിലും ഓട്ടോമൊബൈലൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യലിൽ വന്നിട്ടുണ്ട്. ഹെൽത്ത് കെയറിൽ കുറയാത്ത ഈ പെർസെൻറ്റേജ് ഉണ്ട്. 11.9% വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ടാണ്. ഇത് 27% റിട്ടേൺ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും. 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ടിൽ 43,815.61 സൈസ് ഉണ്ട്. ഫണ്ട് സൈസ് NAV 160 രൂപയേ ഉള്ളൂ. മിനിമം 100 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവർ ക്യാപിറ്റൽ ഗുഡ്സിലും അതേഴ്സിലും ഫൈനാൻഷ്യലും സർവീസ് സെക്ടറിലൊക്കെയാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. ഈ 4 ഫണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിവിധ തരത്തിലുള്ള സെക്ടേഴ്സിലാണ് ഇവർ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 2,500 വീതം 10,000 രൂപ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാലോ 20% റിട്ടേൺ ആവറേജ് ഒരു വർഷത്തേക്ക് ഇവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന 3,16,00,000 രൂപയായിട്ട് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അതാണ് SIPയുടെ മാജിക്. സോ SIP കാൽക്കുലേറ്ററിൽ പോയിട്ട് 10,000 രൂപ ഞാൻ ഇവിടെ എൻ്റർ ചെയ്തു. അതിന് എക്സ്പെക്റ്റഡ് റിട്ടേൺ 20% എൻ്റർ ചെയ്തു 20 ഇയേഴ്സിലേക്ക്.
അടിച്ചു നോക്കിയപ്പോൾ 3,16,14,794 രൂപ നമുക്ക് കിട്ടും. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഓൺലി 24 lakhs. 24 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് 20 കൊല്ലത്തിനുകൂടി 3,16,14,794 രൂപ കിട്ടും. ഈ 20 വർഷം എന്നുണ്ടല്ലോ സിമ്പിളായിട്ട് അങ്ങോട്ട് പോകും. ഓരോ വർഷം കുറഞ്ഞു പോകുന്നത് നോക്കി എത്ര പെട്ടെന്നാണ് ഓരോ വർഷം കഴിഞ്ഞു പോകുന്നറിയോ. നമ്മൾ തന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? നമ്മൾ ബാക്കോട്ടൊന്ന് ചിന്തിച്ച് നോക്കും. 1, 2, 3, 4, 5, 6 വർഷമായി നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. വർഷങ്ങൾ അങ്ങനെ കടന്നു പോകും, ചടപടയെ കടന്നു പോകും. ഒരു 10 വർഷം കഴിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ അന്ന് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു 10 വർഷം കൂടി ഇത്രയെങ്കിലും കിട്ടുമായിരുന്നില്ലേ, അത് നമ്മൾ ചിന്തിച്ചു പോകും. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക, സ്പോട്ടിൽ തുടങ്ങാം, അപ്പോൾ തുടങ്ങാം. ഒരിക്കലും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പണവും നമ്മൾ സേവ് ചെയ്തിട്ട് ബാക്കി വരുന്ന കാലം ഒരിക്കലും ഉണ്ടാവില്ല. ആ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. കിട്ടുന്ന പൈസയിൽ നിന്ന് ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് ഒരേ ഒരു സൊല്യൂഷൻ. അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വാട്സപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ഈ 4 ഫണ്ടിൽ 100 രൂപ വെച്ച് 400 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം അതിൽ ഒറ്റ ഫണ്ട് മാത്രമേ, ലാസ്റ്റത്തെ ഫണ്ട് മാത്രമേ 100 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റെല്ലാ ഫണ്ടുകളും മിനിമം 1000 രൂപയാണ്. അപ്പോൾ മിനിമം ഒരു 1000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 4000 രൂപയെങ്കിലും നിങ്ങൾ ചെയ്യുക ഒരു മാസം. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ 100 രൂപ ആ ഒരു ഫണ്ടിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. 500 രൂപ 500 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. 1000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും 2500 വെച്ച് ചെയ്യുക. ഇങ്ങനെ 2500 മാത്രമല്ല കേട്ടോ, വേണമെങ്കിൽ 10,000, 20,000, 30,000, 50,000 ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. എന്ത് പറഞ്ഞാലും മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. നല്ല രീതിയിൽ റിട്ടേൺ കിട്ടും. റിസ്ക് കുറച്ച് കുറവാണ്. ഒരുപാട് റിസ്ക് ഇല്ല. നേരിട്ട് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിനേക്കാളും ഒരു ഫണ്ട് മാനേജേഴ്സ് വഴി സിസ്റ്റമാറ്റിക്കായി നിക്ഷേപിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ അവലംബിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. വീഡിയോ എല്ലാവർക്കും ഇപ്പം തന്നെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് അവരെ കൂടി നല്ലൊരു നിക്ഷേപകനാക്കി മാറ്റുക. ഒരു നല്ല ഇൻവെസ്റ്റർ മാത്രമാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയ ആൾക്കാർ. ഇൻവെസ്റ്റർ മാത്രമേ ആവുകയുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.